Hello friends, welcome to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഡോണറ്റ്സ് ആണ്. അതെങ്ങനെ ഞാൻ നോക്കാം. हम बनाने जा रहे डोनट्स दिखाएंगे कैसे. ആദ്യം തന്നെ ആധാ കപ്പ് दूध लिया है. അര കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചീനി इसमें डाल दो. ഇളം ചൂട് പാലാണ് ഇതിനകത്തോട്ടാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് डाल दो. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. अच्छे से मिक्स करके थोड़ा बंद करके पका के रखेंगे. 1/2 किलो मैदा നമ്മൾ എടുത്തിട്ടുണ്ട്. आधा किलो मैदा लिया है. 1 टीस्पून ഉപ്പിട്ടുള്ളൂ. 1 टीस्पून नमक डाल दे. 2 टेबल स्पून चीनी. 2 टेबल स्पून पंचदार इट കൊടുക്കുക. ഒരു മുട്ട 1 अंडा लिया है वो भी डालेंगे. 2 टेबल स्पून ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ. 2 टेबल स्पून वेजिटेबल ऑयल डाल दे. नന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. अच्छे से मिक्स करना है. अभी डाल रहे 1 पिंच बेकिंग सोडा. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. अच्छे से मिक्स करना है. ഇതും കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈസ്റ്റ് കലക്കി വെച്ചിരുന്നതാണ്. ഈസ്റ്റ് ഐസേ മിലാക്കെ രഖിയ. अच्छे से ഫെർമെന്റ് हो गया. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. इसमें डालेंगे हाथ से मिलाना है. നല്ലതായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. सब अच्छे से मिक्स करके रखा है. ചെറിയ ചൂടുപാല് കുറച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. थोड़ा थोड़ा डाल के मिक्स करना है. लूकवार्म मिल्क डाला है. अच्छे से मिक्स कर लीजिए. रोटी के लिए बनाता है ऐसे टाइट नहीं होना चाहिए और थोड़ा लूज होना चाहिए. और थोड़ा दूध डाल दे. ഇത്തിരി കൂടെ പാലൊഴിച്ചു കൊടുക്കും. ഈ പരുവായിരിക്കണം. ഈ സ്റ്റഫ് होना चाहिए. ഞാനൊരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 50 ग्राम बटर लिया है. हाफ लेके इसमें डाल दे. നമുക്ക് പകുതി ഇതിനകത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. इसमें डाल के अच्छे से मिला दीजिएगा. मेल्ट करके डालने से भी अच्छा है. इतनी मेल्ट ചെയ്തിട്ടാലും കുഴപ്പമില്ല. ഞാൻ പകുതി ബട്ടർ ഇട്ട് കുഴച്ച് കഴിഞ്ഞു. आधा बटर डाल के मिला दिया है. अब भी कटिंग पैड में डाल के अच्छे से मिलाना है. ഞാൻ കട്ടിംഗ് പാനിനകത്തിട്ടിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. थोड़ा मैदा डाल के हम ऐसे कर दिया है. ഞാൻ കട്ടിംഗ് പാനിനകത്ത് മൈദ ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കണം. 10 മിനിറ്റ് अच्छे से गूंदना है. നല്ലതായിട്ട് 10 മിനിറ്റ് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. ബാക്കി ഇരിക്കുന്ന ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി वो बटर भी डालेंगे. देखिए अच्छे से मिला के एकदम स्मूथ डो बनाया है. നല്ല സ്മൂത്ത് ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഉൾപ്പെടെ ഞാൻ 1 കപ്പ് പാലാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഈസ്റ്റ് में डाला है और दूध भी मिला के 1 कप दूध डाला है. ये अभी थोड़ा तेल डालना है. നമുക്ക് ഇത്തിരി എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഉണങ്ങി പോകാതിരിക്കാൻ. नहीं से थोड़ा ड्राई हो जाएगा इसलिए हम थोड़ा तेल लगा के एक बर्तन में रखना है. 3 घंटा रखना है. 3 മണിക്കൂർ നമുക്കിത് ഫെർമെൻ്റ് ആകാൻ വെക്കാം. അടച്ച് വെക്കണം. ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടുന്നതാണ്. തണുപ്പ് സ്ഥലത്താണെങ്കിൽ അത് എപ്പോഴാണോ ഡബിൾ സൈസ് ആകുന്നത് അതുവരെ വെയിറ്റ് ചെയ്യണം. 3 മണിക്കൂർ ആയി കഴിഞ്ഞ് നമുക്ക് നോക്കാം. മൈദ ഇറക്കി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. अच्छे से फुला है. हम अभी इसमें से निकाल दें. നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് എടുക്കാം. നമുക്ക് ട്രേക്കകത്തിട്ട് നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ നല്ലതായിട്ട് ഇതിൻ്റെ एयर ഒക്കെ കളഞ്ഞെടുക്കാം. इसका एयर पूरा निकाल देंगे. अभी हम थोड़ा तेल भी डालेंगे. നമുക്ക് ഇത്തിരി എണ്ണയും കൂടി ഇട്ട് കുറച്ച് എണ്ണ ഇട്ടാൽ മതി. ഞാൻ ഇത് 12 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 12 गोल बना के रखा है. एक एक करके നമുക്ക് ഓരോന്ന് എടുത്ത് നല്ലതായിട്ട് സ്മൂത്ത് ആക്കണം. अच्छे से स्मूथ होना चाहिए. ऐसे कर दीजिएगा. आपने भी लगा दीजिए. स्मूथ गोला बनाना है. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുക്കണം. ഈ 12 എണ്ണം 12 പീസ് भी ऐसे गोल बना दीजिए. നമ്മുടെ 12 ഉരുളകളും നല്ലതായിട്ട് ഞാൻ സ്മൂത്ത് ആക്കി വെച്ചിട്ടുണ്ട്. 12 गोल पूरा अच्छे से सॉफ्ट होकर रखा है. ऐसे करके बीच में एक उंगली डाल दीजिए. ഒരു വിരൽ ഇട്ടിട്ട് നമ്മൾ ഉഴുന്നുവട പോലെ ഇങ്ങനെ ആക്കിയിട്ട് അടുത്ത വിരലും കൂടെ കയറ്റണം. ऐसे ഹോൾ बना दीजिए. ഇങ്ങനെ നമുക്ക് ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഇത്തിരി വലുപ്പമുള്ള ഹോളായിരിക്കണം. ഇത്ര ഹോൾ बना दीजिएगा. ഓരോന്നായിട്ട് ട്രേക്കകത്ത് വെക്കാം. ഈ ട്രേ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. अच्छे से ग्रीस करके रखा है ट्रे. उसमें रखेंगे. അടുത്തത് നമുക്ക് എടുക്കാം. बीच में उंगली डाल के एक होल बना दीजिए. दूसरा उंगली भी डाल दीजिएगा. ऐसे ही सब बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാക്കി വെക്കാം. सब बना के रखा है. 20 മിനിറ്റ് നമുക്കിനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ പൊങ്ങി വരാൻ വേണ്ടി
रखना। 20 मिनट और रखना है अच्छे से फूलने के लिए, अच्छे से बंद करके रखना है। 20 मिनट കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം। 20 मिनट का बाद बनाने के लिए शुरू करेंगे। मैं अरे कप पंचदार എടുത്തിട്ടുണ്ട്, आधा कप चीनी लिया है, इसमें 5-6 लौंग डाला है, 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് അര കപ്പ് പഞ്ചസാര നമുക്ക് നല്ലതായിട്ടൊന്ന് പൗഡർ ചെയ്തിട്ട് വരാം। अच्छे से पीस करके आएंगे। अര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, നമുക്ക് ഒരു പ്ലേറ്റിനകത്ത് ഇട്ട് കൊടുക്കാം। एक प्लेट में डालेंगे। डार्क चॉकलेट ആണ് എടുത്തിരിക്കുന്നത്। डार्क चॉकलेट लिया है, एक बर्तन में पानी रखा है, ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം। डबल बॉईल करने के लिए रखेंगे। हमारे चॉकलेट मेल्ट आइकोണ്ടിരിക്കുകയാണ്। चॉकलेट मेल्ट हो रहे, मीडियम फ्लेम में डाल के ये बनाना है। 20 मिनट ആയിട്ടുണ്ട്, मीडियम फ्लेमिൽ ഇട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്। ഡോണറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം। ഡോണറ്റ്സ് एक एक करके डालेंगे। ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇട്ടതിനേക്കാളും ഡബിൾ സൈസ് ആയി കഴിഞ്ഞു। हम लोग डाल दिया, उसमें से डबल साइज हो गया। डोनट्स हमको मर्च डोनट्स थोड़ा पलटी करना है। डोनट्स एല്ലാം നല്ലതായിട്ടിരിക്കുന്നു। डोनट्स सब रेडी हो गया, निकाल देंगे। एकदम बढ़िया से हो गया। पंचदार का तो टूटा चीनी पाउडर करके रखा था, उसमें डालेंगे। എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം। सब तरफ डाल दीजिएगा। डोनट्स बाकी ഇരുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം। डोनट्स दोबारा डालेंगे। तेल में डालने से एकदम फ्लोट करेंगे। तो എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇത് ഫ്ലോട്ട് ചെയ്യും। രണ്ടാമത്തെ ഡോണറ്റ്സ് रेडी ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം। दोबारा डाला हुआ डोनट वो भी रेडी हो गया, निकाल देंगे। तेलोटा കുറച്ച് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം। चीनी पाउडर इसका ऊपर में स्प्रेड करेंगे। पलटी करके दोबारा स्प्रेड करना है। अच्छिട്ട് രണ്ടാമതും കൂടെ റെഡി ചെയ്തു। ഡോണറ്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്। ഒരെണ്ണത്തിൻ്റെ മുകളിൽ മാത്രം ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്। ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയത് ഞാൻ പ്ലാസ്റ്റിക്കിനകത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്। ചോക്ലേറ്റ് മെൽറ്റ് किया एक प्लास्टिक में डाल के रखा है, अभी ये डेकोरेट करना है। നമുക്ക് ഡോണറ്റ്സ് ഡെക്കറേറ്റ് ചെയ്യാം। ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം। इसका एकदम थोड़ा से कटिंग करना है। आप लोगों का मर्जी का जैसे कर दीजिएगा। तो चॉकलेट इडनोന്നുമില്ല, चॉकलेट नहीं डालने से भी बढ़िया है। बाकी चॉकलेट भी इसका ऊपर में डालेंगे। നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം। നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് റെഡി ആയി കഴിഞ്ഞു। കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്। എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ മേടിച്ച് കഴിക്കുന്നതിലും ടേസ്റ്റ് ആണ്। എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം। सब लोग थोड़ा घर में ट्राई करके देखिएगा। बाहर से भी बहुत बढ़िया डोनट्स है। प्लीज लाइक, शेयर एंड सब्सक्राइब। थैंक यू फॉर वॉचिंग।